എഗ് പപ്സ്, ചിക്കൻ പപ്സ്, ബീഫ് പപ്സ് ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കണതല്ലേ. വെറൈറ്റി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചില്ലി പനീർ പപ്സ് റെഡിയാക്കിയാലോ. ഇതിനായിട്ടേ 3 മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് ഒരു പാനിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു ചെറിയ പകുതി ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഓരോ ടീസ്പൂൺ വീതം ചില്ലി സോസ്, സോയാ സോസ്, ടൊമാറ്റോ സോസും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സോസൊക്കെ ഒന്ന് സവാളയായിട്ട് നല്ലതുപോലെ മിക്സായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ചേർത്ത് കൊടുക്കാം കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് പനീർ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇതാ പനീറിലേക്ക് ആ സവാളയൊക്കെ നല്ലതുപോലെ കോട്ടായി നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച സ്പ്രിംഗ് ഒനിയനും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പപ്സ് ഷീറ്റിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിനായിട്ട് ഞാൻ പപ്സ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നമ്മുടെ പനീർ മിക്സ് വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വലിയ ഷീറ്റ് ആയതുകൊണ്ട് ഞാൻ 4ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പപ്സ് ഷീറ്റ് ഇതുപോലെ വാങ്ങിച്ചു വെക്കാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ റെഡിയാക്കാൻ സുഖമാണ് കേട്ടോ. ഫ്രിഡ്ജിൽ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. അപ്പം നമുക്ക് എന്ത് ഫില്ലിങ് വേണമെങ്കിലും ഇതിൽ വെച്ച് പെട്ടെന്ന് പപ്സ് നമുക്ക് റെഡിയാക്കാൻ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് എഗ് വാഷ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ എഗ് വാഷ് ചെയ്തെടുക്കുകയാണ്. എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പപ്സ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ ഓരോന്നും റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുത്ത് നമുക്കൊന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ റെഡിയാക്കിയിട്ടുള്ളത് രാവിലെയാണ് കേട്ടോ. മോൾക്ക് ടിഫിൻ കൊണ്ടുപോകാൻ റെഡിയാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം. പനീറൊക്കെ വാങ്ങിച്ചു വെക്കണമെങ്കിൽ സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി നെക്സ്റ്റ് വീഡിയോയുമായി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.